കാണുമ്പോൾ തന്നെ ഡെലീഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇത് നമ്മുടെ സ്റ്റോർ റൂമാണ്. സ്റ്റോർ റൂം നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ, കാണിക്കുന്നില്ല. പിന്നെ ഇതാണ് നമ്മുടെ പാചകം ചെയ്യുന്ന കുഞ്ഞടുക്കള കേട്ടോ. ഇതാ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാൻ ഒരു കുഞ്ഞ് സ്റ്റാൻഡ് ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വന്നാൽ നമുക്ക് ഇവിടെ സ്റ്റൗ കാണാം. സ്റ്റൗ ഇട്ട് പാത്രങ്ങളുടെ എൻ്റെ കുക്കർ അവിടെ ഉണ്ട്. ഗ്യാസ് കുറ്റി കാണണമെന്നാ കണ്ടോളൂ. പിന്നെ കത്തി, കത്രിക, കൊടാലിയൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇത് റൈസ് കുക്കർ, അത് നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ. ഇവിടെ ഒരു ചെറിയ ഒരു കുഞ്ഞ് അലമാരയും കൂടി ഉണ്ട്. ഇവിടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. സ്മോൾ അടുക്കള, കുഞ്ഞ് സ്പേസ്, ശരിക്കും അത്രയും മതി. കണ്ട് ഇങ്ങനെ ഒരു ബെർത്തല്ല, ഇതിനെന്താ പറയുക, ഒരു സാധനമുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും കുക്കൊക്കെ ചെയ്തിട്ട് ഇവിടെ പാത്രമൊക്കെ വെക്കാം. കുത്തി ഇങ്ങനെ നമുക്കിങ്ങനെ ഇരിക്കാൻ വന്നിട്ട് ഇവിടെ കുക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിൽക്കുന്ന അമ്മേനോട് നമുക്കിങ്ങനെ സംസാരിക്കാം. ഓക്കെ, അപ്പം നമ്മൾ പുറത്തെത്തി. ഇവിടെ ഇങ്ങനെ ഗ്രില്ലാണ്. ഇവിടെ ഗ്രില്ലായതുകൊണ്ട് നല്ല അടിപൊളിയാണ്. നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. 2-3 ആൾക്കാരുടെ വർത്താനമൊക്കെ പറയാം. ഇവിടെ ബാക്കിൽ ഇതുപോലെ ഒരു സെപ്പറേറ്റ് ഒരു റൂമുണ്ട്, സ്റ്റോർ റൂമുണ്ട്. സോ എനിക്ക് ഈ ഹോം ടൂർ ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ പലതും മണ്ടത്തരമൊക്കെ പറയും. അപ്പോൾ നിങ്ങളതൊക്കെ ക്ഷമിക്കുക. അതിൻ്റെ അകത്ത് കുറച്ച് എന്തൊക്കെ സ്റ്റോർ സാധനങ്ങളൊക്കെയാണ്. ഇതാണ് അടുക്കളേൻ്റെ വാതിൽ. ഇനി മുകളിൽ കാണിച്ചു, നമുക്ക് മുകളിലേക്ക് പോവാം. ഓക്കെ, കമോൺ. ഇങ്ങനെ വരുന്നു, നമ്മൾ TV കാണുന്നു, സ്റ്റെയറിൽ പോകുന്നു. ഈ ലൈറ്റൊക്കെ ഞാൻ ഇട്ട് വെച്ചാണ്. നമുക്ക് ലൈറ്റൊക്കെ ഓഫാക്കാം, കാരണം കറണ്ട് സേവ് ചെയ്യണം. ഈ വീട്ടിൽ അതുപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ കാണുന്ന ലൈറ്റാണ്. അതുപോലെ അവിടെയുണ്ടൊരു പച്ച, മുകളിലുണ്ടൊരു നീല. രാത്രി ആകുമ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് ഈ ഒരു കോർണർ. ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് അത്ര ഭംഗി തോന്നില്ല, പക്ഷെ ശരിക്കും നല്ല ഭംഗിയാണ്. മുകളിലേക്ക് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലാണ് നമ്മുടെ 2 മെയിൻ ബെഡ്റൂം മുകളിലുണ്ട്. ആക്ച്വലി ഈ വീടിൻ്റെ പ്ലാൻ വളരെ സിമ്പിളാണ്. നടുക്കൊരു വലിയ ഹാള്, 2 ബെഡ്റൂം, പിന്നെ താഴെയാണെങ്കിൽ അങ്ങോട്ടേക്ക് അടുക്കള, ഇവിടെയാണെങ്കിൽ അവിടെ ഒരു എക്സ്ട്രാ ഒരു റൂം ഇങ്ങനെ ഉണ്ട്. അതുപോലെയാണ് അത്. താഴത്തെ അതേ സെയിം പ്ലാനാണ് മുകളിലും ഉള്ളത്. ചൂടായതുകൊണ്ട് നമുക്കധികം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത ഏരിയയാണ് മുകളിലത്തെ ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റൂമിൻ്റെ ഉള്ളിൽ, നമ്മുടെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ മാത്രം ഇരിക്കാൻ പറ്റുള്ളൂ. അവിടെ ഫാനോ AC എന്തെങ്കിലും ഇട്ടിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ഈ ഹാളിൽ ഇതുപോലെ കണ്ട് ടേബിൾ ഫാനേ ഉള്ളൂ. അപ്പോൾ അല്ലാതെ ഇരിക്കാൻ പറ്റില്ല. അയ്യോ, ഞാൻ മടുത്തു. ഇത് നമ്മളുടെ തൊട്ടപ്പുറത്തെ വീടാണ്. നമ്മുടെ നൈബർ മനോഹരേട്ടൻ്റെയും ബീനച്ചിയുടെയൊക്കെ വീടാണ്. ഇവിടെ ഗാർഡൻ നല്ല അടിപൊളിയാണ്. ഞാനിപ്പം പുറത്തേക്ക് ഇറങ്ങിയതാണ്. അയ്യോ, നല്ല വെയിലാണ്, നോക്കാൻ വയ്യ. കാണിച്ചു തരാൻ ഒരു സംഭവമുണ്ട്. അതായത് ലൈബ്രറി ഉണ്ട്, ഒരു കുഞ്ഞ് ലൈബ്രറി. നല്ല കോർണറല്ലേ, കുറേ ബുക്സൊക്കെ ഉണ്ട്. ഇവിടെ അമ്മ നല്ല വായനാശീലം, അമ്മ മലയാളം ടീച്ചറാണ്. കുറേ ബുക്സൊക്കെ അമ്മ ഇങ്ങനെ മേടിച്ച് വെക്കും, അമ്മ വായിക്കുകയൊക്കെ ചെയ്യും. അതാണ് ഈ കോർണർ. ഇപ്പം ഇരുന്ന് വായിക്കാനൊന്നും പറ്റില്ല, ചൂട്. ഞാൻ പറഞ്ഞില്ലേ, ചൂടാണ്. വയനാട്ടിൽ നല്ല തണുപ്പായിരുന്നു, പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല ചൂട്. നിങ്ങളെൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും, തണുപ്പ് കാലത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ വീഡിയോ ഞാൻ എടുത്തത് ഈ വീട്ടിൽ നിന്നാണ്. ഇവിടെ മുകളിൽ വരുന്നിട്ട് ഞാനിങ്ങനെ ആക്ച്വലി വേർത്തോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പം The winner always has a program. The loser always has an excuse. അപ്പോൾ നിങ്ങളാരാണ്, വിന്നറാണോ ലൂസറാണോ? ഇപ്പോൾ തീരുമാനിച്ചോളൂ. ശാസ്ത്രമുണ്ട്, പിന്നെ മലയാള സാഹിത്യ ക്വിസ്, അമൃതാനന്ദത്തിൻ്റെ
അയ്യോ സോറി, അത്യാനന്ദത്തിൻ്റെ ദൈവവൃത്തി, തളിര്, വിദ്യാരംഗം, അങ്ങനെ കുറേ ബുക്സ് ഉണ്ട്. MT. സോ ഇതൊക്കെ അമ്മേൻ്റെ ബുക്സാണ്. ഇവിടെ ഇങ്ങനെ ഏട്ടൻ്റെയൊക്കെ പണ്ടത്തെ കുറേ ബുക്കും പിന്നെ മെഡിക്കൽ ബുക്കും ഒക്കെ ഇതിനകത്തുണ്ട്. PSM-ഉം ഹ്യൂമൻ അനാട്ടമിയും ഡേവിഡ്സണൊക്കെ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. ഹലോ, ഹായ്. ും ഒരു ബെഡ്റൂമുണ്ട്. ആൻഡ് അഗെയിൻ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഈ ബെഡ്റൂമിലേക്ക് നമുക്ക് ആദ്യം പോകാം. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. സോ കം ഓൺ ലെറ്റ്സ് എക്സ്പ്ലോർ ദിസ് റൂം. ദിസ് ഈസ് അവർ റൂം. വരൂ, വെൽക്കം ടു മൈ റൂം. ഇതാണ് എൻ്റെ റൂം. 360 ഇപ്പം തന്നെ കാണിച്ചു തരാം. ഇതാണ്. ഓക്കെ, എനിക്ക് എൻ്റെ റൂമും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളിവിടെ ഇരുന്നോളൂ. ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ ഈ റൂം കണ്ടോളൂ. ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ വാളാണ്. തീം കളർ കണ്ടോ നിങ്ങൾ? വൈറ്റ് ആൻഡ് ബ്ലൂ ആണ്. ഇതങ്ങോട്ട് ബാത്റൂമിൻ്റെ സൈഡിലേക്കുള്ള വാതിലാണ്. അതിനും കൊടുത്തിരിക്കുന്നത് ബ്ലൂവിലുള്ള ഒരു വാതിലാണ്. പിന്നെ ഇതവിടെ ബെഡ് സൈഡ് ടേബിളാണ്. പിന്നെ ഞങ്ങൾ മിക്കപ്പോഴും ബ്ലൂ ബിരിയാണി വയ്ക്കാറ്. തള്ളിയതല്ല, സത്യമായിട്ടും പറഞ്ഞതാണ്. ഇന്ന് പോയി കളർ വെച്ചു. പിന്നെ പിങ്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലൈറ്റ് പിങ്ക്. ഇതാണ് നമ്മുടെ അലമാര. അവിടെ ഒരു ചെറിയൊരു അലമാര കൂടി ഉണ്ട്. ഇത് ഞാൻ ഏട്ടന് കൊടുത്ത ഗിഫ്റ്റാണ്. ഇതേട്ടൻ, ഇത് ഞാൻ. അയ്യോ എൻ്റെ ഒരു കോലം. ഇത് വീണ്ടും ഏട്ടൻ. ഇതെൻ്റെ അച്ഛൻ. ഇത് ഇവിടുത്തെ അച്ഛനമ്മയും. ഇതെൻ്റെ സിസ്റ്റർ. അയ്യോടാ, ഇതെൻ്റെ അമ്മ. അയ്യോ, ഇതിങ്ങനെ നിൽക്കുന്നതായിരുന്നു. അത് പോയി, സാലഡ് വെക്കട്ടെ. ഇവിടെ ബേബി സീറ്റാണ്. ബേബി സീറ്റ് കാറിലൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. നല്ല ഒരു വർക്കാണിത്. ഇവിടെ കുറച്ചിങ്ങനെ താഴേക്കൊരു സ്റ്റെപ്പ് പോലെയാണ്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു വാഷ് ബേസിനൊക്കെ വെച്ചിട്ട് വാഷിംഗ് ഏരിയ, പിന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ ആണിത്. അങ്ങനെ പ്രത്യേകിച്ചൊരു പർപ്പസൊന്നുമില്ല, ഒരു ഡ്രസ്സിങ് ഏരിയ. പിന്നെ ഇത് ആണ് ബാത്റൂം കാണിക്കണ്ടല്ലോ. അത് ബാത്റൂം. ഇതിനകത്തേക്ക് പഠിച്ചു നോക്കാം. അയ്യോ സോറി. ആൻഡ് ദിസ് ഈസ് അനദർ റൂം. ഇവിടെ അയ്യോ എൻ്റെ അമ്മേ, തുറക്കണമെങ്കിൽ നമ്മൾ കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത് റെഡി ആയിരിക്കണം. ഈ സൈഡിൽ കണ്ടോ, വാൾ ഈസ് ഓറഞ്ച്. കർട്ടൻ ഇങ്ങനെ. ഇവിടെ ഒരു ബെഡ്, ഇവിടെ ഒരു അലമാര, ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ ആൻഡ് ഓൾസോ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ഇതാണ് ഈ ആംഗിളിൽ നോക്കുമ്പോൾ കാണുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് റൂമിനെ പുറത്തേക്ക് പോകാം. വാഴടയ്ക്കാം. അയ്യോ എൻ്റെ അമ്മ എന്തോ പൊട്ടി. ഇങ്ങോട്ടേക്ക് പോകാം. ഇപ്പോൾ ഒന്നുമില്ല. ഇവിടെ ഇസ്തിരിയൊക്കെ ഇടാനുള്ളൊരു ഏരിയ. അപ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ. ഇവിടെ തേക്കും ഇഷ്ടംപോലെ ഉണ്ട്. തേക്കാം സ്ഥലമുണ്ട്. ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നില്ല. ഞാനിതിനിങ്ങനെ സ്റ്റാൻഡ് ഉണ്ട്, തേക്കാൻ പറ്റുമെന്നൊക്കെ പറയേണ്ട ആവശ്യം തന്നെയില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തുണി തന്നെ വെച്ചു. ഇങ്ങോട്ടേക്ക് പുറത്തേക്കൊരു വാതിലുണ്ട്. നമുക്ക് കടന്നു നോക്കാം. മൈ ഗോഡ്, നല്ല വെയിലാണ്. ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം